സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. മലയാള സിനിമയുടെ എക്കാലത്തെയും ഹാസ്യ ചക്രവർത്തിയായ ജഗതി ശ്രീകുമാർ പരസ്യചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് തിരിച്ചുവരാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്രതീക്ഷിതമായി സംഭവിച്ച അപകടത്തെ തുടർന്ന് വീൽചെയറിലായ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ജഗതി ശ്രീകുമാറിന്റെ ആരോഗ്യ വിവരങ്ങൾ മകൾ പാർവതി പങ്കുവയ്ക്കാറുണ്ട്. നടിമാരായ സുരഭി ലക്ഷ്മി, സ്നേഹ എന്നിവർക്കൊപ്പം പാർവതി പങ്കുവച്ച ടിക്ടോക്ക് വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. മലയാള സിനിമയുടെ എക്കാലത്തെയും ഹാസ്യ ചക്രവർത്തിയായ ജഗതി ശ്രീകുമാറിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. അപ്രതീക്ഷിതമായി തേഞ്ഞിപ്പാലത്ത് വെച്ച് നടന്ന അപകടത്തെ തുടർന്നാണ് അദ്ദേഹം വീൽചെയറിലായത്. ആരോഗ്യനിലയിൽ വലിയ മാറ്റം വന്ന അദ്ദേഹം ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവിലാണ്. ഇനിയും അദ്ദേഹത്തെ സ്ക്രീനിൽ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും സിനിമാ ലോകവും. ജഗതി ശ്രീകുമാറിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ മകൾ പാർവതി ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോൾ പാർവതിയും സുഹൃത്തുക്കളും സിനിമാ ഹാസ്യ താരങ്ങളുമായ സുരഭി ലക്ഷ്മി, സ്നേഹ എന്നിവർ ചെയ്ത ഒരു ടിക്ടോക്ക് വീഡിയോ ആണ് വൈറലാകുന്നത്. ഇന്നലെ ഇരുവരും ജഗതി ശ്രീകുമാറിനെ സന്ദർശിക്കാനായി വീട്ടിലെത്തിയപ്പോഴുള്ള ചിത്രങ്ങളും സുരഭി പങ്കുവച്ചിട്ടുണ്ട്. മിഥുനം എന്ന ചിത്രത്തിലെ ജഗതി ശ്രീകുമാർ അവിസ്മരണീയമാക്കിയ രംഗങ്ങളാണ് ഇവർ തിരഞ്ഞെടുത്തത്. ജഗതി ശ്രീകുമാറിന്റെ കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും സുരഭി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നുവെന്നും വീണ്ടും കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് താനെന്നും സുരഭി കുറിച്ചിട്ടുണ്ട്. അഭിനയ ചക്രവർത്തി ജഗതി അങ്കിളിന്റെ കൂടെ ഇന്ന് 2-3 മണിക്കൂർ ചെലവിടാൻ കഴിഞ്ഞത് അനുഗ്രഹമായി കാണുന്നുവെന്നും താരം പറയുന്നു. സിനിമയിലും പരസ്യത്തിലും അഭിനയിച്ചതിന്റെ സന്തോഷത്തിലാണ് അദ്ദേഹം. ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന അദ്ദേഹത്തിനൊപ്പമുണ്ട്. അഭ്രപാളികളിൽ അഭിനയ വിസ്മയം തീർക്കാൻ എത്രയും വേഗം അദ്ദേഹത്തിന് കഴിയട്ടെ എന്നും തന്നെയും സ്നേഹ ചേച്ചിയും അവിടേക്ക് കൊണ്ടുപോയി ജോസേട്ടന് നന്ദിയെന്നുമാണ് താരം കുറിച്ചത്. സഹപ്രവർത്തകർ ഇടയ്ക്കിടെ ജഗതി ശ്രീകുമാറിനെ സന്ദർശിക്കാറുണ്ട്. മലയാള സിനിമയിലെ ആ വലിയ വിടവ് നികത്താനായി ജഗതി ശ്രീകുമാർ വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. എല്ലാവരും ഒന്ന് നോക്കിയേ, എനിക്കിപ്പോ തലയുണ്ടോന്ന്. ആരുടെ തലയാണോ പൊട്ടിത്തെറിച്ച്? തന്റെ അപ്പൂപ്പന്റെയോ? താരെന്തിനാണോ എന്റെ തേങ്ങ മേടിച്ചുടച്ചത്? ബ്ലഡി ഫൂൾ! തേങ്ങ ആരോടക്കല്ലാത്തടാ? എന്നാ തനിക്ക് തേങ്ങ മേടിച്ച് മുടച്ച പോലായിരുന്നോ? എന്നെ വിളിച്ചത്? എന്റർടൈൻമെന്റ് ഡെസ്ക്, മലയാളി ലൈഫ്.